എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾ റെസ്പിറേറ്ററി സിസ്റ്റം അനാട്ടമിയിലും ഫിസിയോളജിയിലും പഠിച്ചു. അപ്പൊ അനാട്ടമിയിലും ഫിസിയോളജിയിലും റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ അവിടെ അനാട്ടമിയിൽ നിങ്ങൾ അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെ ഓർഗൻസ് ആണ് ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിനകത്ത് വരുന്നത്. നോസ്, നാസൽ കാവിറ്റി, ഫാരിങ്സ്, ട്രക്കിയ, ലാരിങ്സ്, അങ്ങനെ തുടങ്ങി ലങ്സ്, ഡയഫ്രം വരെ എല്ലാ ഓർഗൻസും നിങ്ങൾ അതിൻ്റെ രൂപം, അതിൻ്റെ വലിപ്പം, വെയിറ്റ്, അതിൻ്റെ സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ്, എന്തൊക്കെ ഇന്റേണൽ ഫീച്ചേഴ്സ് അതിനുണ്ട്, ഇത് ഓരോന്നും പഠിച്ചു. നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോളജിയാണ്. എന്താണ് ഫിസിയോളജി? ഈ പഠിച്ച ഓരോ ഓർഗൻസും, അനാട്ടമിയിൽ നമ്മൾ സ്ട്രക്ചർ പഠിച്ച ഓരോ ഓർഗൻസിനകത്തും എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്, എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്, നോർമലി എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്, ഇതാണ് ഫിസിയോളജി. ഫിസിയോളജി നിങ്ങൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ലങ്സ് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. അതായത് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ ആയിട്ടുള്ള ലങ്സിന്റെ ഉള്ളിൽ വരുന്ന ചില വോളിയംസ് ഉണ്ട്, ചില ടേംസ് ആണത്. അതുപോലെ തന്നെ ഈ പല വോളിയംസ് ഒത്തുചേരുമ്പോൾ അവയെ കപ്പാസിറ്റീസ് എന്ന് പറയും. അവ ഓരോന്നും എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത് നമ്മുടെ എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ലങ്സ് വോളിയം ആൻഡ് കപ്പാസിറ്റിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് പറയാം. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് 5 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലങ് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. ഇത് കൂടാതെ ഇതിലേതെങ്കിലും 2 വോള്യൂംസോ അല്ലെങ്കിൽ 2 കപ്പാസിറ്റീസോ എടുത്തിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൺവേർഡ് ക്വസ്റ്റ്യൻസ്, ഇതിലേതെങ്കിലും ഒരു വോള്യൂമോ കപ്പാസിറ്റിയോ അതിന്റെ ഡെഫിനിഷൻ തന്നിട്ട് അതിന്റെ നോർമൽ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ പേര് പറയാനോ വേണ്ടി ഓൺവേർഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എന്നാൽ അത്ര ഒരുപാടൊന്നും പഠിക്കാനൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഉള്ളൂ. ബട്ട് ഒന്നും മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഇല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ടോപ്പിക്ക് മറന്നു പോകുന്നതും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതും ആയി മാറും. സോ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടുകൂടി നിങ്ങൾ എല്ലാവരും തറവായിട്ട് പഠിച്ചിരിക്കും. ഒന്ന് നോക്കിയാലോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിലുള്ള മറ്റു വീഡിയോസ്, ഇതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള അനാട്ടമി, ഫിസിയോളജി, മറ്റു സബ്ജക്ട്സും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്ത ക്ലാസ്സുകൾ, ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. അവയെല്ലാം കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. എക്സാംസ് ആർ നിയർ. ഇനി നമുക്ക് വേസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടും മടിച്ചിരിക്കാനും സമയമില്ല. നന്നായിട്ട് ഓരോ ടോപ്പിക്സും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കൂ, ലങ്സ് വോളിയംസ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാം. എന്താണ് ലങ് വോളിയംസ് എന്ന് പറഞ്ഞാൽ? ലങ് വോളിയംസിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ് പറയുന്നത്? റെസ്പിറേറ്ററി വോളിയംസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതും ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ലങ് വോളിയംസിനെ മറ്റൊരു പേരിൽ എന്താണ് വിളിക്കുന്നത്? ദാറ്റ് ഈസ് നോൺ ആസ് റെസ്പിറേറ്ററി വോളിയംസ്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? നമ്മുടെ നോർമൽ റെസ്പിറേറ്ററി റേറ്റ് ആണ്. നോർമലി ഒരു മനുഷ്യൻ എത്ര പ്രാവശ്യം ബ്രീത്തിങ്, ക്വയറ്റായിട്ട്, നോർമൽ ക്വയറ്റ് ബ്രീത്തിങ്ങിൽ എത്ര റെസ്പിറേറ്ററി സൈക്കിൾ ഉണ്ട് പെർ മിനിറ്റ്? ഒരു മിനിറ്റിൽ എത്ര റെസ്പിറേറ്ററി സൈക്കിൾ ഉണ്ട്? നമ്മൾ പഠിക്കുന്നുണ്ട് 12 to 24 നോർമൽ ആണെന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. എന്നാൽ പോലും ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരാളുടെ ബ്രീത്തിങ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 റെസ്പിറേറ്ററി സൈക്കിള് ആയിരിക്കും. അപ്പൊ ഈ റെസ്പിറേറ്ററി സൈക്കിളിൽ എന്താ സംഭവിക്കുന്നത്? ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്നും എയർ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനുള്ളിലോട്ട് എത്തുന്നു. അവിടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് സംഭവിക്കുന്നു. ആ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് സംഭവിച്ചതിന്റെ ഫലമായിട്ട് അവിടെ എത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എക്സലേഷനിലൂടെ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് പോകുന്നു. ഇതാണ് ബ്രീത്തിങ് അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പല തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഓരോ ഓർഗൻസിൻ്റെയും ഫങ്ഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ കിഡ്നിയുടെ ഫംഗ്ഷൻ നോക്കാൻ വേണ്ടി കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ അതർവൈസ് നോൺ ആസ് എന്താണ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ TFT അല്ലെങ്കിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ലിവറിന്റെ ഫംഗ്ഷൻ നോക്കാനാണെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലേ? അപ്പം അതുപോലെ നമ്മുടെ ലങ്സിന്റെ, നമ്മുടെ ശ്വാസകോശത്തിന്റെ ലങ്സിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനെന്താണ് അറിയപ്പെടുന്നത്? ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലങ് ഫംഗ്ഷൻ ടെസ്റ്റിൽ എന്താണ് അവർ നോക്കുന്നത്?
അതായത് അവിടെ ചെക്ക് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നോർമൽ ക്വയറ്റ് ആയിട്ടുള്ള ബ്രീത്തിങ്ങിലും ഫോഴ്സ്ഡ് ബ്രീത്തിങ്ങിലും എത്രത്തോളം എയർ ഉള്ളിലോട്ട് പോകുന്നു, എത്രത്തോളം എയർ പുറത്തോട്ട് വരുന്നു, എത്ര എയർ അവിടെ റെസിഡ്യുവൽ ആയിട്ട് തങ്ങി നിൽക്കുന്നു. ഈ വോള്യൂം ഓഫ് എയർ ആണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ ലങ് ഫങ്ഷൻ ടെസ്റ്റ്? ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ മെഷർമെന്റ് ഓഫ് വോള്യൂം ഓഫ് എയർ ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ഇൻ ക്വയറ്റ് ബ്രീത്തിങ്. അതായത് നോർമൽ ബ്രീത്തിങ്, ഒരു സ്ട്രെസ്സോ ഫോഴ്സോ ഒന്നും കൊടുക്കാതെ നോർമൽ ബ്രീത്തിങ്ങിൽ എത്ര എയർ ഉള്ളിലോട്ട് പോകുന്നു, ഇൻഹെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര എയർ എക്സൈൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ബ്രീത്തിങ്, ബലം എടുത്തുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ്ഡ് ബ്രീത്തിങ്ങിൽ എങ്ങനെയാണ്. ഇത് ഓരോ വ്യക്തിക്കും, നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഒരേ വോളിയം അല്ല അവിടെ എയർ ഉള്ളിലോട്ടും പുറത്തോട്ടും കളയുന്നത്. ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ തോതെന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഡിഫറെൻ്റ് അല്ലേ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഓരോ വ്യക്തിയുടെയും ഏജിനനുസരിച്ചും ബോഡിക്കനുസരിച്ചും അതുപോലെ ജെൻഡറിനനുസരിച്ചും റെസ്പിറേറ്ററി ഡിസീസസിൻ്റെ തോതനുസരിച്ചും ഒക്കെ ഈ വോളിയൂംസ് അവിടെ ഡിഫറെൻ്റ് ആകും. സോ എന്നാൽ പോലും നമുക്ക് ലങ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആവറേജ് നോർമൽ വോള്യൂം ഓഫ് എയർ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ടും പുറത്തോട്ടും പോകുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിലൂടെ നമുക്ക് ഈ ലങ് ഫങ്ഷൻ ടെസ്റ്റിലൂടെ നമുക്ക് റെസ്പിറേറ്ററി ഡിസീസസ് ഏർലി ഡയഗ്നോസ് ചെയ്യാനും പറ്റും. So now you understood what is the importance of checking or knowing lung volumes. Lung volumes നമുക്ക് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ലങ് കപ്പാസിറ്റീസ് എന്ന് പറയാം. എത്ര തരം ലങ് വോള്യൂംസ് ഉണ്ട്? പ്രധാനമായിട്ട് 4 ലങ് വോള്യൂംസ് ആണുള്ളത്. ലങ് വോള്യൂംസ് ആർ ദ വോള്യൂംസ് ഓഫ് എയർ ബ്രീത്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തി ശ്വസിക്കുമ്പോൾ എത്ര എയർ നമ്മുടെ ലങ്സിനുള്ളിലോട്ട് പോകുന്നു അതിനെയാണ് ലങ് വോള്യൂംസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്നു അല്ലെങ്കിൽ എത്ര എയർ ബ്രീത്ത് ചെയ്യുന്നു അതിൻ്റെ വോള്യൂത്തിനെയാണ് ലങ് വോള്യൂം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇതിനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ടൈഡൽ വോള്യൂം, സെക്കൻഡ് വൺ ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം, തേർഡ് വൺ എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം, ഫോർത്ത് വൺ റെസിഡ്യുവൽ വോള്യൂം. ഇപ്പൊ തന്നെ പഠിച്ചോളുക. ടൈഡൽ വോള്യൂം, ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം, എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം, റെസിഡ്യുവൽ വോള്യൂം. എന്താണെന്ന് നോക്കാം. ഞാനൊന്ന് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് പറഞ്ഞു തരാം. നിങ്ങളത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരിക്കലും എത്ര നാൾ കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മറക്കത്തില്ല. ഇനി ഈ വോള്യൂംസ് പഠിക്കുന്നതിൻ്റെ ക്ലിനിക്കൽ ഫീൽഡിൽ നിങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ you may get chance to work in ICU. ICU will definitely, as a nurse, you will get a duty. അവിടെ വെന്റിലേറ്ററിലെ പേഷ്യന്റിനെ കണക്ട് ചെയ്ത് നിങ്ങൾക്കറിയാം, മെക്കാനിക്കൽ വെന്റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. അവിടെ ഈ പേഷ്യന്റിന് മെക്കാനിക്കൽ വെന്റിലേറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഡോക്ടർ നിങ്ങളോട് പറയുകയാണ്, മാം യു കണക്ട് 450 ടൈഡൽ വോള്യൂം ഫോർ ദ പേഷ്യന്റ്, യു സെറ്റ് 450 ടൈഡൽ വോള്യൂം എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ അവിടെ നോക്കുമ്പോൾ ആ മോണിറ്ററിൽ ടൈഡൽ വോള്യൂം അല്ലെങ്കിൽ TV എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് 450 എന്ന് കണക്ട് ചെയ്തു. ബട്ട് എന്താണത്, അല്ലെങ്കിൽ എന്തിനാണ് ആ ഡോക്ടർ അങ്ങനെ ടൈഡൽ വോള്യൂം 450 കണക്ട് ചെയ്യാൻ പറഞ്ഞുവെങ്കിൽ അത് എന്തിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ അറിയണ്ടേ, അല്ലെങ്കിൽ അതിലൂടെ എന്താണ് ഡോക്ടർ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇല്ല എങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിരുന്നില്ല എങ്കിൽ അതിൽ വരുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നൗ ഹിയർ ടുഡേ യു വിൽ ലേൺ ഓൾ വോള്യൂംസ് ആൻഡ് കപ്പാസിറ്റീസ്. ഫസ്റ്റ് വോള്യൂം ടൈഡൽ വോള്യൂം, അതിന് ഷോർട്ടായിട്ട് എന്ത് പറയുന്നു? TV. It's very very important. This is the amount of air. ശ്രദ്ധിച്ചു കേൾക്കുക. This is the amount of air which passes into and out of the lungs in a single normal quiet respiration. ഒരു വ്യക്തി വെറുതെ ഇരിക്കുന്നു, വേറെ ആയാസപ്പെട്ട പണികളൊന്നും ചെയ്യുന്നില്ല, നോർമലി ബ്രീത്ത് ചെയ്യുമ്പോൾ എത്ര എയർ ഉള്ളിലോട്ടും എത്ര എയർ പുറത്തോട്ടും വന്നു ഇറ്റ് വിൽ ബി ഈക്വൽ. നോർമൽ ക്വയറ്റ് ബ്രീത്തിങ്ങിൽ, സിംഗിൾ ബ്രീത്തിങ്ങിൽ അവിടെ ഉള്ളിലോട്ട് എടുക്കുന്ന അതേ വോള്യൂം എയർ എന്ത് ചെയ്യും? പുറത്തോട്ടും എക്സൈൽ ചെയ്യും. അതിന്റെ വോള്യൂം, അതായത് ഉള്ളിലോട്ടോ പുറത്തോട്ടോ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടല്ല, ഉള്ളിലോട്ടോ പുറത്തോട്ടോ നോർമൽ സിംഗിൾ ക്വയറ്റ് റെസ്പിറേഷനിൽ എത്ര എയർ പോകുന്നു അല്ലെങ്കിൽ ഉള്ളിലോട്ട് പോകുന്നു അല്ലെങ്കിൽ പാസ് ചെയ്യുന്നു ആ എമൗണ്ട് ഓഫ് എയറിനെയാണ് എന്ത് പറയുന്നത്? ടൈഡൽ വോള്യൂം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 500 ml ആണ്. ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വേറൊരു കാര്യം കൂടി പറയാം. ഇത് നിങ്ങളുടെ ലങ്സ് ആണെന്ന് വിചാരിക്കുക. ഈ ടോട്ടലി ഇത്രയും വരുന്നത് ലങ്സ് ആണെന്ന് വിചാരിക്കുക. ലങ്സിന്റെ ടോട്ടലി എയർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 6000 ml ആണ്. ലങ് വോള്യൂം ടോട്ടലി എന്ന് പറയുന്നത് 6000 ml ആണെന്ന് മനസ്സിലാക്കാം.
അതിൽ നമ്മളിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുമ്പോൾ ടോട്ടലി പാത്രത്തിൽ എത്ര വെള്ളം വെക്കാം? 6 ലിറ്റർ അല്ലെങ്കിൽ 6000 ml വെള്ളം എടുക്കാമെന്ന് വിചാരിക്കാം. നിങ്ങളൊരു ടാങ്കോ എന്തെങ്കിലും ആയിക്കോട്ടെ. അതിൽ സെൻട്രൽ പാർട്ടാണ് നമ്മുടെ നോർമൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. നോർമൽ റെസ്പിറേഷൻ, ഓക്കെ. ക്വയറ്റ് റെസ്പിറേഷനിൽ നമ്മുടെ എയർ, ഇവിടെയുള്ള എയർ ആണ് പാസ്സാകുന്നത്. ഇത് 500 ml ആണ്. ഈ 500 ml ആണ് നോർമലി നമ്മൾ സാധാരണ വെറുതെ ഇരിക്കും, നമ്മൾ പോലും അറിയാതെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട് അല്ലേ. ആ സമയത്ത് നോർമലി നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ 500 ml എയർ ഉള്ളിലോട്ട് ഇൻഹെയിൽ ചെയ്യും, 500 ml എയർ പുറത്തോട്ട് എക്സൈൽ ചെയ്യുകയും ചെയ്യും. ഈ വോളിയത്തിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അവിടെ ഒരു ഫോഴ്സുമില്ല, ഡീപ്പ് ഇൻഹലേഷനും എടുത്തിട്ടില്ല, ഡീപ്പ് എക്സലേഷനും എടുത്തിട്ടില്ല. ഓക്കെ, ക്വയറ്റ് ബ്രീത്തിങ്, ദാറ്റ് ഈസ് ടൈഡൽ വോളിയം. നോർമൽ വാല്യൂ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ഇറ്റ്സെൽഫ് യു ബൈ ഹാർട്ട് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ വോളിയം ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. എങ്ങനെയാണ് ഷോർട്ടായിട്ട് പറയുന്നത്? IRV, inspiratory reserve volume. It is an additional volume of air that can be inspired forcefully after the end of normal respiration. അതായത് നോർമൽ ഇൻസ്പിറേഷൻ നടത്തിയതിന് ശേഷം, അതായത് നോർമൽ ക്വയറ്റ് ബ്രീത്തിങ്ങിൽ നമ്മൾ നോർമൽ ടൈഡൽ വോളിയം എത്രയാണ്? 500 ആണ് അല്ലേ. അത് കഴിഞ്ഞ് നോർമൽ റെസ്പിറേഷന് പുറമേ നമ്മൾ ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, പുറത്തുനിന്ന് ശ്വാസം നന്നായിട്ട് വലിച്ച് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അഡീഷണൽ വോളിയം നമുക്കവിടെ ഇൻഹെയിൽ ചെയ്യാൻ പറ്റും, ഉള്ളിലോട്ട് എടുക്കാൻ പറ്റും, അതിനെയാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. നോർമൽ ക്വയറ്റ് ബ്രീത്തിങ്ങിലൂടെ 500 ml ആണ് ഇവിടെ നമ്മൾ ശ്വസിക്കുന്നത്. അതിന് പുറമേ നമ്മൾ ഡീപ്പ് ഇൻഹെയിൽ ചെയ്യുക. അത് ഓർത്തിരിക്കുക, ഇൻസ്പിറേഷൻ ആണ് ഡീപ്പ് ഇൻസ്പിറേഷൻ. അഡീഷണലി ഫോഴ്സ്ഫുള്ളി നമുക്ക് എത്ര ശ്വാസം, എത്ര വോളിയം ഓഫ് എയർ അധികമായിട്ട് ഉള്ളിലോട്ട് എടുക്കാൻ പറ്റും, അതിനെയാണ്, ആ വോളിയം ഓഫ് എയറിനെയാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. നമ്മളവിടെ ആ നോർമൽ ടൈഡൽ വോളിയം ആഡ് ചെയ്തിട്ടില്ല. നോർമൽ ബ്രീത്തിങ് ഒഴികെ എത്ര എക്സസ് എയർ നമുക്ക് ഇൻഹെയിൽ ചെയ്യാൻ പറ്റുന്നു, ഫോഴ്സ്ഫുൾ റെസ്പിറേഷനിലൂടെ ഉള്ളിലോട്ട് എടുക്കാൻ പറ്റുന്നു, ഇതിനെ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്നാണ് പറയുന്നത്. അതായത് നമ്മളിവിടെ ഒരു പാത്രമാണെങ്കിൽ ഇതിലിവിടെ ഇതുവരെയായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്, നമ്മളത് ശക്തിയായിട്ട് വെള്ളം നിറച്ച് ഇതുവരെ ആക്കാൻ മാക്സിമം എത്ര വരെ നമുക്ക് അഡീഷണലി ഉള്ളിലോട്ട് നിറയ്ക്കാൻ പറ്റുന്നു, അത് തന്നെയാണ് ഇവിടെ ഈ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. നമ്മുടെ ലങ്സ് എന്ന് പറയുന്ന ഒരു എംപ്റ്റി സ്പേസ് ആണ്, അതിനകത്ത് കുറേ ക്യാവിറ്റീസ് ആണ്, അല്ലെങ്കിൽ സ്പേസ് ആണ് കാണപ്പെടുന്നത്. ഈ സ്പേസിനുള്ളിൽ പകുതിയോളം ആ ഒരു നോർമൽ ബ്രീത്തിങ്ങിൽ അവിടെ എയർ നിറയും, ഏകദേശം ഈ ഒരു ഭാഗം വരെ നിറയും. എന്നാൽ നമ്മൾ ശ്വാസം ഡീപ്പായിട്ട് പുറത്തുനിന്ന് വലിച്ചെടുത്താൽ അവിടെ നമുക്ക് കുറച്ചുകൂടെ എയർ നന്നായിട്ട് നിറച്ച് ഇവിടെ മാക്സിമം ഇതുവരെ നിറയ്ക്കാൻ പറ്റും. ഈ അഡീഷണലി വരുന്ന എയറിനെ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നു. അത് നോർമലി എത്രയാണ്? നോർമൽ വാല്യൂസ് 3300. ടൈഡൽ വോളിയം കൂടാതെ നോർമലി ഉള്ള ക്വയറ്റ് ബ്രീത്തിങ്ങിൽ നമ്മൾ ടൈഡൽ വോളിയം 500 എടുക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഡീപ്പ് ഇൻസ്പിറേഷൻ എടുത്താൽ മാക്സിമം നമുക്ക് 3300 വരെ ഉള്ളിലോട്ട് ഇൻഹെയിൽ ചെയ്യാൻ പറ്റും. ഇതിനെ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നു. ഓക്കെ, ഇനി എന്താണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം? നോർമലി നമ്മൾ ഉള്ളിലോട്ട് 500 എടുത്ത് വീണ്ടും പുറത്തോട്ട് 500 വിട്ട് തിരിച്ച് വീണ്ടും ഇൻഹെയിൽ ചെയ്യുമ്പോൾ 500 വന്നു, വീണ്ടും പുറത്തോട്ട് 500 പോകുന്നു. അങ്ങനെയാണ് നമ്മുടെ റെസ്പിറേഷൻ നോർമൽ ക്വയറ്റ് ബ്രീത്തിങ്ങിൽ സംഭവിക്കുന്നത്. എന്നാൽ അവിടെ നോർമലി എക്സൈൽ ചെയ്യുന്നതിനൊപ്പം നമ്മൾ ഡീപ്പായിട്ട് എക്സൈൽ ചെയ്യും. നമ്മുടെ ലങ്സിൽ നിന്ന് എത്ര എയർ നമുക്ക് പുറത്തോട്ട് അത്രത്തോളം ബ്ലോ ചെയ്ത് കളയാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ എക്സൈൽ ചെയ്താൽ, മാക്സിമം എക്സൈൽ ചെയ്താൽ, പുറത്തോട്ട് കളഞ്ഞാൽ, നോർമൽ എക്സ്പിറേഷൻ കഴിഞ്ഞ് ഫോഴ്സ്ഫുള്ളി നമ്മൾ എക്സൈൽ ചെയ്താൽ നമ്മുടെ ലങ്സിനുള്ളിൽ റിസർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ എയർ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് പുറത്തോട്ട് മാക്സിമം കുറച്ച് എയറും കൂടെ പുറത്തോട്ട് കളയാൻ പറ്റും. അഡീഷണലി നോർമൽ റെസ്പിറേഷന് കൂടാതെ അഡീഷണലി എത്ര എയർ ഫോഴ്സ്ഫുള്ളി നമുക്ക് പുറത്തോട്ട് കളയാൻ പറ്റും, അതിന് എന്ത് പറയുന്നു? എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്നാണ് പറയുന്നത്. എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ അഡീഷണൽ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി എക്സ്പയർഡ് ഔട്ട് ഫോഴ്സ്ഫുള്ളി നമുക്ക് പുറത്തോട്ട് എക്സ്പയർഡ് ചെയ്യാൻ എത്ര എയർ പറ്റും നോർമൽ റെസ്പിറേഷൻ കഴിഞ്ഞിട്ട്, അത് കൂടാതെയാണ് കേട്ടോ, അത് ഓർത്തിരിക്കുക. നോർമൽ എക്സ്പിറേഷൻ ഇല്ലാതെ അത് കൂടാതെ അഡീഷണലി എത്ര നമുക്ക് പുറത്തോട്ട് കളയാൻ പറ്റും, അതിനെ എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നു. നോർമൽ വാല്യൂ എത്രയാണ്? 1000 ml. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം ഈസ് 3300 ml. Tidal volume is 500 ml
ആൻഡ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം ഈസ് 1000 ml. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഈ 3 കാര്യങ്ങൾ മനസ്സിലായി. നോർമലി നമ്മൾ എയർ എടുത്ത് നോർമലി പുറത്തോട്ട് പോകുമ്പോൾ അത് ഓരോന്നും 500 ml മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ ശക്തിയായിട്ട് ഉള്ളിലോട്ട് എയർ വലിച്ചെടുത്താൽ 3300 ml അധികമായിട്ട് എടുക്കാം. അതിനെ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നു. നോർമൽ ബ്രീത്തിങ്ങിലെ എക്സ്പിരേഷൻ ഫേസിൽ നമ്മൾ ആ ഒരു നോർമൽ എക്സ്പിരേഷൻ അല്ലാതെ ഫോഴ്സ്ഫുള്ളി എയർ പുറത്തോട്ട് കളഞ്ഞാൽ മാക്സിമം നമുക്ക് 1000 ml വരെ പുറത്തോട്ട് കളയാൻ പറ്റും. ഇതിനെ എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്നാണ് പറയുന്നത്. ഇനി എന്താണ് 4ാമത്തെ വോളിയം, ലാസ്റ്റ് വോളിയം എന്താണ്? റെസിഡ്യുവൽ വോളിയം. അതായത് ഇറ്റ് ഇസ് ദ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ലങ്സ് ഈവൻ ആഫ്റ്റർ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ ബ്രീത്തിങ് ഇവിടെയാണ്, ഈ ഒരു ലെവലിലാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സൈൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു, അതായത് എക്സ്പിരേറ്ററി റിസർവ് വോളിയം പറഞ്ഞു. അതും കഴിഞ്ഞാലും, അതായത് നമ്മുടെ എത്ര തന്നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സൈൽ ചെയ്താലും നമ്മുടെ ലങ്സിന്റെ അടിത്തട്ടുകളിൽ അല്ലെങ്കിൽ കുറച്ച് വോളിയം ഓഫ് എയർ അവിടെ എപ്പോഴും തങ്ങി നിൽക്കും. എത്ര തന്നെ നമ്മൾ പുറത്തോട്ട് ബ്ലോ ചെയ്ത് കളയാൻ നോക്കിയാലും പോകാത്ത അളവിൽ അതിൽ നിന്നും ബാക്കിയായിട്ട് കുറച്ച് വോളിയം ഓഫ് എയർ അവിടെ ലങ്സിൽ തങ്ങി നിൽക്കും ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. അണ്ടർസ്റ്റുഡ്? ദാറ്റ്സ് എ വേർഡ്. നമ്മൾ ശക്തിയായിട്ട് പുറത്തോട്ട് എക്സ്പിരേറ്റ് ചെയ്തതിന് ശേഷം, എക്സൈൽ ചെയ്തതിന് ശേഷവും നമ്മുടെ ലങ്സിൽ തങ്ങി നിൽക്കുന്ന ബാക്കിയുള്ള എയർ, എപ്പോഴും അവിടെ ഉണ്ടാകുന്ന വോളിയം ഓഫ് എയർ, അതിനെയാണ് റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്. Okay, understood? Normally lungs cannot be emptied completely even by forceful respiration. നമ്മൾ എത്ര തന്നെ ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പ്രേ ചെയ്താലും അവിടെ കംപ്ലീറ്റ് ആയിട്ട് അത് എംപ്റ്റി ആകത്തില്ല. Some quantity of air always remain in the lungs even after the forceful respiration. That is known as residual volume. That is short way എങ്ങനെയാണ് നമ്മൾ പറയുന്ന RV, residual volume. നോർമൽ വാല്യൂ എത്രയാണ്? 1000 ml or 1200 മാക്സിമം ഓരോ വ്യക്തികൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. എന്നാലും നിങ്ങൾക്ക് ഇവിടെ 1200 ml തന്നെ പഠിക്കാം. ഇവിടെ നമ്മൾ ടോട്ടൽ ലങ്സിന്റെ കപ്പാസിറ്റി 6000 ആയിട്ടാണ് പറയുന്നത്. അതിൽ നോർമലി വരുന്നത് നമ്മുടെ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് 500 എന്നും, അതുപോലെ എക്സ്പിരേറ്ററി റിസർവ് വോളിയം 1000 എന്നും, അത് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം 3300 എന്നും, റെസിഡ്യുവൽ വോളിയം 1200 എന്നാണ് പഠിക്കുന്നത്. So now you understood what is meant by lung volumes and what are the different types of lung volumes and their normal values. നോർമലി ഞാൻ ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറയാം. നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്, നമ്മൾ നോർമലി ഇൻഹെയിൽ ചെയ്യുന്നത് 500 ml ആണ്, എക്സൈൽ ചെയ്യുന്നത് 500 ml ആണ്. എയർ വോളിയം ml ആണ് ഇവിടെ പറയുന്നത്. 500 ടൈഡൽ വോളിയം, നോർമൽ ക്വയറ്റ് ബ്രീത്തിങ്. അതിലൂടെ നമ്മൾ ഡീപ്പായിട്ട് ഈ ശ്വാസം ഉള്ളിലോട്ട് എടുത്താൽ, ഫോഴ്സ്ഫുള്ളി എടുത്താൽ നമുക്ക് മാക്സിമം 3300 കൂടെ, ടൈഡൽ വോളിയത്തിന് പുറമേ 3300 കൂടെ കൂടുതൽ ഉള്ളിലോട്ട് ശ്വസിക്കാൻ പറ്റും. അത് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. നോർമൽ ബ്രീത്തിങ്ങിൽ എക്സൈൽ ചെയ്യുന്നത് 500 ആണെങ്കിൽ അത് കൂടാതെ നമുക്ക് ശക്തിയായിട്ട് എക്സൈൽ ചെയ്താൽ, ശക്തിയായിട്ട് ഫോഴ്സ്ഫുള്ളി എക്സൈൽ ചെയ്താൽ അവിടെ അധികം 1000 ml എന്ത് ചെയ്യും? അവിടെ പുറത്തോട്ട് പോകും, എക്സലേഷൻ സംഭവിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. ഇനി നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സൈൽ ചെയ്താലും ബാക്കി കുറച്ച് എയർ നമ്മുടെ ലങ്സിൽ തങ്ങി നിൽക്കും. അതിനെ, ആ എമൗണ്ടിനെ റെസിഡ്യുവൽ വോളിയം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് 1200. ഇനി അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് വോളിയം മനസ്സിലായി കാണും. ഇനി എന്താണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്? ദാറ്റ് ഈസ് കപ്പാസിറ്റീസ്. ഈ വോളിയത്തിൻ്റെ ചില കോമ്പിനേഷൻസ് ആണ് ഈ കപ്പാസിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി, പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഈ അറിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകത്തുള്ളൂ. നഴ്സിംഗ് എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റി എക്സാം ജസ്റ്റ് പാസ്സാകുക എന്നുള്ളത് മാത്രമല്ല, ലൈഫ് ലോങ് നിങ്ങൾ എത്ര നാൾ വരെ നഴ്സായിരിക്കുമോ അന്ന് വരെയും നിങ്ങൾക്ക് ഈ അറിവ് എന്നും ഉണ്ടായിരിക്കണം. ബിക്കോസ് നിങ്ങൾ നോക്കാൻ പോകുന്നത് പേഷ്യൻസിനെയാണ്, മനുഷ്യരെയാണ്. അവരുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ ഒരു ജീവൻ അവിടെ നഷ്ടപ്പെടുത്തിയേക്കാം. സോ ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. സോ യു ഷുഡ് ഹാവ് തറോ നോളജ് ഇൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി. ഓക്കെ, ഇതുപോലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാം. കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി വേണ്ട ഒന്നുമില്ല, വളരെ ചെറിയ ഫീസിൽ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള, കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിൻ്റെ ക്ലാസ്സസ് റെക്കോർഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കണ്ടു പഠിക്കാം. അതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഷോർട്ട് നോട്ട്സും ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങളുടെ എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റും
MCQs ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ മെറ്റീരിയൽസും അതിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓഫീസ് നമ്പർ നോട്ട് ചെയ്തോളുക, 8891127927 8891127927. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. വിത്തിൻ ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സസ്, കംപ്ലീറ്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ബാക്കി പോർഷൻസിലോട്ട് പോകാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കപ്പാസിറ്റീസ് ഓഫ് lungs? Lung capacities are the combination of 2 or more volumes. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ 4 വോള്യൂംസ് നമ്മൾ പഠിച്ചു. ആ വോള്യൂംസിന്റെ കോമ്പിനേഷനെയാണ് ലങ് കപ്പാസിറ്റീസ് എന്ന് പറയുന്നത്. അവിടെയും 4 ടൈപ്പ് ലങ് കപ്പാസിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? 1 ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി, 2 വൈറ്റൽ കപ്പാസിറ്റി, 3 ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി, 4 ടോട്ടൽ ലങ് കപ്പാസിറ്റി. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. ഇവിടെ നോക്കൂ, ഈ പിക്ചർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ നമ്മൾ വോള്യൂംസ് പഠിച്ചു. ഇത് നമ്മുടെ ടൈഡൽ വോള്യൂം ആണ്, ഇത് ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം ആണ്, ഇത് എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം ആണ്, ഇത് റെസിഡ്യുവൽ വോള്യൂം ആണ്. എങ്കിൽ എന്താണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന്? ഫസ്റ്റ് കപ്പാസിറ്റി ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ആണ്. അതായത് നമ്മുടെ ടൈഡൽ വോള്യൂം ഇൻസ്പിരേഷൻ സ്പേസിൽ ടൈഡൽ വോള്യൂം 500 ആണ്. അഡീഷണലി നമ്മൾ ഡീപ്പ് ഇൻസ്പിരേഷൻ എടുത്താൽ 3300 അവിടെ അഡീഷണലി വരുമെന്ന് പറഞ്ഞു. ഈ 2 വോള്യൂംസിന്റെ കോമ്പിനേഷനെയാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നോർമൽ ടൈഡൽ വോള്യൂം പ്ലസ് ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം. അണ്ടർസ്റ്റുഡ്? അതായത് ഇത് മുതൽ ഇതുവരെ നോർമലി നമ്മുടെ ഇൻസ്പിരേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, നോർമൽ വോള്യൂം ഇവിടെ ഫിനിഷ് ചെയ്യുന്നു, അഡീഷണൽ ഇൻസ്പിരേഷൻ ഫോഴ്സ്ഫുള്ളി എടുക്കുന്നു, ഇതുവരെ. ഇത് രണ്ടും ചേർന്ന് വരുന്നതാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി, മാക്സിമം കപ്പാസിറ്റി ഓഫ് ഇൻസ്പിരേഷൻ. ടൈഡൽ വോള്യൂം പ്ലസ് ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം. ഇവിടെ നോക്കൂ, അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ മാക്സിമം വോള്യൂം ഓഫ് എയർ ദാറ്റ് ഈസ് ഇൻസ്പയർഡ് ആഫ്റ്റർ നോർമൽ എക്സ്പിരേഷൻ. നോർമൽ എക്സ്പിരേഷൻ കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം നമുക്ക് എയർ ഉള്ളിലോട്ട് മാക്സിമം ഇൻഹെയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ, നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മുടെ നോർമൽ എക്സ്പിരേഷൻ കഴിയുമ്പോൾ ലങ്സിന്റെ വോള്യൂം ഇവിടെ നിൽക്കുകയാണ്. നോർമൽ എക്സ്പിരേഷൻ കഴിഞ്ഞിട്ട് ഒരു സൈക്കിളിലും ബ്രീത്തിങ് സൈക്കിളിൽ ഇവിടെ എക്സ്പിരേഷൻ കഴിഞ്ഞു, എയർ ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു, നോർമലി ക്വയറ്റ് ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 500 ml കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ശക്തിയായിട്ട് വീണ്ടും ഇൻഹെയിൽ ചെയ്തപ്പോൾ ഇത്ര കൂടെ കിട്ടി, 3300 കൂടെ കിട്ടി. അപ്പോൾ ടോട്ടലി മാക്സിമം എത്ര കിട്ടുന്നു? അതിനെ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് tidal volume and inspiratory reserve volume. So what is meant by inspiratory capacity is equal to tidal volume plus inspiratory reserve volume. 500 plus 3300, totally 3800 ml. Normal value of inspiratory capacity is equal to 3800 ml. ഫസ്റ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി രണ്ടാമത്തെ നോക്കാം. നമ്മൾ രണ്ടാമത് എന്താണ് പറയുന്നത്? വൈറ്റൽ കപ്പാസിറ്റി. ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി രണ്ടാമത് വൈറ്റൽ കപ്പാസിറ്റി. ഇവിടെ നോക്കൂ, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റിക്ക് ഒപ്പം എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് വൈറ്റൽ കപ്പാസിറ്റി ആയിരിക്കുന്നത്, അല്ലേ? ഇവിടെ നോക്കൂ, ഈ ഒരു പിക്ചർ മാത്രം മതി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വൈറ്റൽ കപ്പാസിറ്റി മീൻസ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി പ്ലസ് എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം. ഓക്കെ, നമുക്ക് ഒന്നുകൂടി അതിന്റെ ഡെഫിനിഷൻ നോക്കാം. വൈറ്റൽ കപ്പാസിറ്റി ഷോർട്ട് ഫോം VC. ഇറ്റ്സ് എ മാക്സിമം വോള്യൂം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി എക്സ്പെൽഡ് ഔട്ട് ഫോഴ്സ്ഫുള്ളി ആഫ്റ്റർ എ ഡീപ്പ് ഇൻസ്പിരേഷൻ. മാക്സിമം എയർ നമുക്ക് എത്രത്തോളം ഉള്ളിലോട്ട് എടുക്കാൻ പറ്റുമോ അത് എടുത്തതിന് ശേഷം ഫോഴ്സ്ഫുള്ളി നമ്മൾ മാക്സിമം എത്ര എയർ നമുക്ക് പുറത്തോട്ട് കളയാൻ പറ്റും. ആ കപ്പാസിറ്റിയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോക്കൂ, നമ്മൾ നോർമലി ഇവിടെ നോർമൽ എക്സ്പിരേഷൻ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ വോള്യൂം, ലങ്സ് വോള്യൂം ഇതുവരെ ആയിരുന്നു. നമ്മൾ നോർമൽ ബ്രീത്തിങ് എടുത്തു ഉള്ളിലോട്ട് എയർ, അഡീഷണലി ബ്രീത്തിങ് എടുത്തു എയർ ഉള്ളിലോട്ട്. അപ്പം നമ്മുടെ ലങ്സ് ഫുൾ നിറയെ ഇപ്പോൾ എയറായി. ഈ എയർ ഇനി നമ്മൾ എക്സൈൽ ചെയ്യാണ്. എക്സൈൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ നമുക്ക് മാക്സിമം എത്രത്തോളം എയർ നമുക്ക് എക്സൈൽ ചെയ്യാൻ പറ്റും? അഡീഷണലി നമ്മൾ എടുത്ത എയർ പുറത്തോട്ട് കളയാൻ പറ്റും. നോർമലി നമ്മൾ എക്സൈൽ ചെയ്യുമ്പോൾ ഉള്ള എയർ പുറത്തോട്ട് പോകും. അത് പോയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സൈൽ ചെയ്യുമ്പോൾ ഉള്ള എയറും കൂടെ പുറത്തോട്ട് പോകും. ഇത് മൂന്നും ചേർന്ന് വരുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന്
പറയുന്നത്. നൗ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് മീൻ ബൈ വൈറ്റൽ കപ്പാസിറ്റി ഓർ വി സി. ഇനി അതിനെ നമുക്ക് കാൽക്കുലേഷൻ ഒന്ന് നോക്കാം. VC or vital capacity includes inspiratory reserve volume, okay, IRV, tidal volume, TV, expiratory reserve volume, ERV. ഇത് മൂന്നും ചേർന്ന് വരുന്നതാണ് മാക്സിമം നമുക്ക് ലങ്സിൽ നിന്ന് പുറത്തോട്ട് കളയാൻ പറ്റുന്ന എയർ. That is vital capacity. 3,300 plus 500 plus 1,000 total 4,800 ml. Normal value of vital capacity is 4,800 ml. രണ്ട് കപ്പാസിറ്റീസ് ആയി. ഇനി മൂന്നാമത് ഏതാണ്? ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. രണ്ടെണ്ണം പഠിച്ചു. മൂന്നാമത് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. അതെന്താണ്? FRC, ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. അതായത് ഇവിടെ നോക്കൂ, ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഭാഗം ഇവിടെ നോക്കൂ, ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം റെസിഡ്യുവൽ വോള്യൂം കമ്പൈൻഡ് ആയിട്ട് വരുന്നതാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഇസ് ദ വോള്യൂം ഓഫ് എയർ റിമൈനിങ് ഇൻ ലങ്സ് ആഫ്റ്റർ നോർമൽ എക്സ്പിരേഷൻ, ആഫ്റ്റർ നോർമൽ ടൈഡൽ എക്സ്പിരേഷൻ. അതായത് ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യാതെ, എക്സ്പിരേഷൻ നടക്കാതെ നോർമലി നമ്മൾ ബ്രീത്തിങ് പുറത്തോട്ട് കഴിഞ്ഞു, നോർമൽ ക്വയറ്റ് ബ്രീത്തിങ് എടുത്തു, ക്വയറ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് പുറത്തോട്ട് എക്സൈൽ ചെയ്തു, ഇൻഹെയിൽ ചെയ്തു, എക്സൈൽ ചെയ്തു. അത് കഴിഞ്ഞാൽ എത്ര എയർ നമ്മുടെ ലങ്സിൽ ഉണ്ടാകും? അതിനെയാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ റെസിഡ്യുവൽ വോള്യൂം എപ്പോഴാണ് വരുന്നത്? ഫോഴ്സ്ഫുള്ളി നമ്മൾ എക്സൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതിനാണ് റെസിഡ്യുവൽ കപ്പാസിറ്റി അല്ലെങ്കിൽ റെസിഡ്യുവൽ വോള്യൂം എന്ന് പറയുന്നത്. ഇവിടെ ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നോർമൽ ക്വയറ്റ് എക്സലേഷനിൽ എത്ര എയർ പോകുമോ അത് കഴിഞ്ഞിട്ട്, ഇതുവരെയുള്ള ലെവൽ കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ട്, അതായത് നമ്മൾ ഡീപ്പായിട്ട് എക്സൈൽ ചെയ്താൽ, സ്ട്രോങ് ആയിട്ട് ഫോഴ്സ്ഫുള്ളി മാത്രം എക്സൈൽ ചെയ്ത് പുറത്തോട്ട് വിടുന്ന എയർ നമ്മുടെ പുറത്തോട്ട് പോയിട്ടില്ല, അതിവിടെ തന്നെ ഉണ്ട്. ഫോഴ്സ്ഫുള്ളി നമ്മൾ റെസ്പിറേഷൻ നടന്നിട്ടില്ല, നോർമൽ ക്വയറ്റ് ബ്രീത്തിങ് ആണ് സംഭവിച്ചത്. അവിടെ ആ ഒരു എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം ഇവിടെ ബാക്കിയുണ്ട്. അതും പിന്നെ നമ്മുടെ ലങ്സിൽ എത്ര തന്നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി പുറത്തോട്ട് ശ്വസിച്ചാലും ബ്രീത്ത് ചെയ്താലും പോകാതെ നമ്മുടെ ലങ്സിൽ നിൽക്കുന്ന റെസിഡ്യുവൽ വോള്യൂം, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി വരുന്നത്. അതിന്റെ ഫോർമുല ഒന്ന് നോക്കാം. ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി ഇൻക്ലൂഡ്സ് expiratory reserve volume plus residual volume, ERV plus RV, 1000 plus 1200, total 2200 ml. Understood? That is the volume of air remaining in lungs after normal expiration. 1000 plus 1200, total 2200 ml. Understood? Next, last capacity, total lung capacity. It is known as TLC, total lung capacity. It is the volume of air present in lungs after a deep inspiration. നമ്മുടെ ശ്വസനത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ബ്രീത്തിങ്ങിന്റെ സമയത്ത് നോർമലി ബ്രീത്ത് ചെയ്യുന്നു, അതുകൂടാതെ നമ്മൾ അഡീഷണലി എയറും കൂടെ എടുത്തു കഴിഞ്ഞ് അഡീഷണലി മാക്സിമം ഇൻസ്പിറേഷൻ എടുത്തതിന് ശേഷം നമ്മുടെ ലങ്സിൽ എക്സൈൽ ചെയ്യുന്നില്ല, ടോട്ടൽ മാക്സിമം ഇൻസ്പിറേഷൻ കഴിഞ്ഞതിന് ശേഷം ലങ്സിൽ ടോട്ടലി ഇപ്പോൾ എത്ര എയർ ഉണ്ടാകും, അതിനെ കംപ്ലീറ്റ്ലി ചേർത്തിട്ടാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് നോർമൽ നമ്മുടെ റെസിഡ്യുവൽ വോള്യൂം ആണ്, നമ്മുടെ ലങ്സിൽ എപ്പോഴും ഉണ്ടാകും. ഇത് പുറത്തോട്ട് ഫോഴ്സ്ഫുള്ളി കളഞ്ഞാൽ മാത്രം പോകുന്ന എയർ ആണ്. ഇവിടെയാണ് നമ്മൾ നോർമലി ഉള്ളിലോട്ടും പുറത്തോട്ടും എടുക്കുന്ന എയർ. അതും കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അധികമായിട്ട് ഫോഴ്സ്ഫുള്ളി മാക്സിമം എയർ ഉള്ളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ടോട്ടലി ഇത് മുതൽ ഇതുവരെയുള്ള കംപ്ലീറ്റ് ലങ്സ് ഫുൾ എന്ത് ചെയ്യും, ഫിൽഡ് ആയിരിക്കും. അപ്പൊ ടോട്ടൽ എയർ എത്രയായിരിക്കും? ദാറ്റ് മീൻസ് RV പ്ലസ് ERV പ്ലസ് VT പ്ലസ് IRV. അണ്ടർസ്റ്റുഡ്? ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം, ടൈഡൽ വോള്യൂം, ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി അല്ലെങ്കിൽ എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം പ്ലസ് റെസിഡ്യുവൽ വോള്യൂം, രണ്ടും ഇത് സെയിം ആണ്. ഇതെല്ലാം ആഡ് ചെയ്ത് വരുന്നതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് എത്രയാണ്? ദാറ്റ് ഈസ് 6000. ഇവിടെ നോക്കൂ, 3,300, 500, 1000, 1200, totally 6000 ml. That is total lung capacity. ഈ 4 വോള്യൂംസും 4 കപ്പാസിറ്റീസും ഏത് രീതിയിലും ഇതെല്ലാം കൂടി ചേർത്ത് ലങ് വോള്യൂംസ് ആൻഡ് കപ്പാസിറ്റി 5 മാർക്കിന് ചോദിക്കാം. ഇതിൽ ഏതെങ്കിലും 2 വെച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ 2 മാർക്കിന് ചോദിക്കാം. ഏതെങ്കിലും 1 വെച്ച് നോർമൽ വാല്യൂയോ അല്ലെങ്കിൽ ഡെഫിനിഷനോ ചോദിച്ചിട്ട് 1 മാർക്കിന് ക്വസ്റ്റ്യൻസ്
കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ലാസ്റ്റ് ഫിഗറിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. അതായത് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, TV, ഇത് രണ്ടും ടൈഡൽ വോളിയം, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. എക്സ്പിരേറ്ററി റിസർവ് വോളിയം, റെസിഡ്യുവൽ വോളിയം ചേർന്നാൽ ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. ഓക്കെ, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയം, എക്സ്പിരേറ്ററി റിസർവ് വോളിയം ചേർന്നാൽ വൈറ്റൽ കപ്പാസിറ്റി. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയം, എക്സ്പിരേറ്ററി റിസർവ് വോളിയം, റെസിഡ്യുവൽ വോളിയം ഇതെല്ലാം ചേർന്നാൽ ടോട്ടൽ ലങ് കപ്പാസിറ്റി. സോ ഇവിടെ 4 വോളിയംസും ഇവിടെ 4 കപ്പാസിറ്റീസ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നോട്ട് ചെയ്ത് തന്നെ ചെറിയ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഒരിക്കലും മറക്കരുത്, അത്രത്തോളം പ്രാധാന്യമുള്ളൊരു ടോപ്പിക്കാണ്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി, കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം. കോഴ്സിന് ജോയിൻ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് അടുത്ത കാര്യം. എന്തായാലും പഠിക്കണം, നല്ല അറിവോട് കൂടി തന്നെ പാസ്സാകണം എന്നുള്ളതാണ് നിങ്ങളുടെ എയിം. അത് ഏത് രീതിയിലാകണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.